ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 100-ാമത്തെ സൂറത്തും 30-ാം ജുസ്ഇൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 23-ാമത്തെ സൂറത്തുമായ സൂറത്തുൽ ആദിയാത്ത് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അൽ ആദിയാത്ത് എന്ന് പറഞ്ഞാൽ ഓടുന്നവ എന്നാണ് അർത്ഥം. ഈ പദം ഈ സൂറത്തിൻ്റെ ആദ്യ ആയത്തിൽ തന്നെ വരുന്നുണ്ട്. ഈ സൂറത്തിൽ ആകെ 11 ആയത്തുകളാണുള്ളത്. 11 ആയത്തുകൾ മാത്രമുള്ള 5 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഈ സൂറത്തിന് പുറമെ സൂറത്തുൽ ഖാരിഅ, സൂറത്തുൽ ദുഹ, സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ മുനാഫിഖൂൻ എന്നിവയാണവ. ഈ സൂറത്ത് മക്കിയ ആണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത് അവതരിച്ച സൂറത്താണ്. എന്നാൽ മദനീയ ആണ് എന്നും ചില അഭിപ്രായങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ഈ സൂറത്ത് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ളബ്ഹ ഫൽ മൂരിയാതി ഖദ്ഹ ഫൽ മുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ സാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. തുടക്കം വൽ ആദിയാത്തി എന്ന് പറഞ്ഞിട്ടാണ്. അദാ എന്ന് പറഞ്ഞാൽ ഓടി എന്നാണ് അർത്ഥം. ആദി എന്ന് പറഞ്ഞാൽ ഓടുന്നവൻ, അത് ഇസ്മു ഫായിലാണ്. അതിൻ്റെ സ്ത്രീലിംഗ രൂപം ആദിയത്ത്, ഓടുന്നവൾ. അത് മനുഷ്യരല്ല, മറ്റേതെങ്കിലും മൃഗങ്ങളോ മറ്റൊക്കെയാണെങ്കിൽ ഓടുന്നത് എന്ന് പറയും. അതിൻ്റെ ബഹുവചന രൂപം ആദിയാത്ത്, ഓടുന്നവ അല്ലെങ്കിൽ ഓടുന്നവർ. അത് സ്ത്രീലിംഗ രൂപത്തിലാണ്, ആദിയാത്ത്. അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട്. വാവ് കാണുന്ന സമയത്ത് ഈ വാവിന് ശേഷം വരുന്ന ഇസ്മിന് കസ്റാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അത് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവായിരിക്കും. ഖസമിൻ്റെ വാവ് എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ഒരു വാവ് വന്നു, ശേഷം വന്ന ആദിയാത്ത് എന്നുള്ളതിൻ്റെ അവസാനത്തിൽ അതിന് ജറ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ വൽ ആദിയാത്തി എന്ന് പറയുമ്പോൾ ഓടുന്നവ തന്നെയാണ് സത്യം. ഇതുപോലെ സത്യം ചെയ്യുന്ന പല പദങ്ങളും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വശംസി, വൽ ഖമരി, വൽ ലൈലി, അങ്ങനെയൊക്കെ നമുക്ക് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവുകൾ വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വൽ ആദിയാത്തി, ഓടുന്നവ തന്നെയാണ് സത്യം. ലബ്ഹൻ, ലബഹ എന്ന് പറഞ്ഞാൽ കിതച്ചു എന്നാണ്. ലബ്ഹൻ അത് അവസ്ഥയെ സൂചിപ്പിക്കുന്നു, ഹാലിനെ സൂചിപ്പിക്കുകയാണ്, കിതച്ചുകൊണ്ട്. അപ്പോൾ വൽ ആദിയാത്തി ദബ്ഹ, കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ് സത്യം. അടുത്ത ആയത്ത് ഫൽ മൂരിയാത്തി ഖദ്ഹ. ഫൽ മൂരിയാത്തി, ഫ അങ്ങനെ അല്ലെങ്കിൽ എന്നിട്ട്, അൽ മൂരിയാത്തി, ഔറ എന്ന് പറഞ്ഞാൽ തീ കത്തിച്ചു അല്ലെങ്കിൽ തീ പുറപ്പെടുവിച്ചു, തീ ഉണ്ടാക്കി എന്നൊക്കെയാണ്. അതിൻ്റെ ഇസ്മു ഫായിൽ മൂരി എന്നാണ്, തീ ഉണ്ടാക്കുന്നവൻ, തീ പറത്തുന്നവൻ. അതിൻ്റെ സ്ത്രീലിംഗ രൂപം മൂരിയത്ത്. മൂരിയത്ത് എന്ന് പറഞ്ഞാൽ തീ ഉണ്ടാക്കുന്നവൾ, തീ പറത്തുന്നവൾ. അതിൻ്റെ ബഹുവചന രൂപം മൂരിയാത്ത്, തീ പറത്തുന്നവ. അത് മനുഷ്യന്മാരാണെങ്കിൽ തീ പറത്തുന്നവർ എന്ന് പറയും. മറ്റെന്തെങ്കിലും ജീവികളോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളോ ഒക്കെ ആണെങ്കിൽ തീ പറത്തുന്നവ എന്ന് പറയും. അപ്പോൾ ഫൽ മൂരിയാത്തി, അങ്ങനെ തീ പറത്തുന്നവ. ഖദ്ഹൻ, ഖദ്ഹ് എന്ന് പറഞ്ഞാൽ ശരിക്ക് കുളമ്പിനാണ് പറയാം. ഇവിടെ ഉരസിയിട്ട് എന്നർത്ഥം കൊടുക്കാം. കുളമ്പ് ഉരസിയിട്ട്, ഈ മൃഗങ്ങളുടെയൊക്കെ കുളമ്പുണ്ടാവില്ലേ കാലിൻ്റെ അടിഭാഗത്ത്. അപ്പോൾ ഖദ്ഹൻ ഉരസിയിട്ട്, കുളമ്പുകൾ ഉരസിയിട്ട്. ഫൽ മൂരിയാത്തി ഖദ്ഹൻ, അങ്ങനെ കുളമ്പുകൾ ഉരസിയിട്ട് തീ പറത്തുന്നവ, തീപ്പൊരി പറത്തുന്നവ. ശരിക്ക് തീപ്പൊരി പറത്തുന്നവ തന്നെയാണ് സത്യം എന്നവിടെ പറയാം. കാരണം ഫൽ മൂരിയാത്തി അതിനും അവിടെ കസ്റ് കിട്ടിയ രൂപത്തിലാണ്, ജറ് കിട്ടിയ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഒന്നാമത്തെ ആയത്തിലേക്ക് ഇതിനെയും കൂടെ ചേർത്തിട്ട് പറയാം.
ഫൽ മുഗീറാത്തി സുബ്ഹ. ഫൽ മുഗീറാത്തി, വീണ്ടും ഫ വന്നു, അങ്ങനെ അല്ലെങ്കിൽ എന്നിട്ട്. അൽ മുഗീറാത്ത്, അഗാറ എന്ന് പറഞ്ഞാൽ ആക്രമിച്ചു എന്നാണ്. മുഗീർ എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്നവൻ. അതിൻ്റെ സ്ത്രീലിംഗ രൂപം മുഗീറത്ത്, ആക്രമിക്കുന്നവൾ. അതിൻ്റെ ബഹുവചന രൂപം മുഗീറാത്ത്, ആക്രമിക്കുന്നവ. അപ്പോൾ ഫൽ മുഗീറാത്തി, അങ്ങനെ ആക്രമിക്കുന്നവ. സുബ്ഹൻ, പ്രഭാതവേളയിൽ, സുബഹി സമയത്ത്. ഫൽ മുഗീറാത്തി സുബ്ഹ, അങ്ങനെ പ്രഭാതവേളയിൽ ആക്രമണം നടത്തുന്നവ. ഫ അസർന ബിഹി നഖ്അ. ഫ അസർന, അസാറ എന്ന് പറഞ്ഞാൽ ഇളക്കി വിട്ടു എന്നാണ്. അത് പൊടിപടലം ഇളക്കി വിടുന്നതാവാം, അല്ലെങ്കിൽ ആളുകളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇളക്കി വിടുന്നതുമാവാം. സൗറത്ത് എന്ന് പറഞ്ഞാൽ വിപ്ലവം, ഇളക്കിവിടൽ. ഇവിടെ അസർന എന്നാണ് വന്നത്. അത് സ്ത്രീലിംഗ രൂപത്തിലുള്ള ബഹുവചന സ്ത്രീലിംഗ രൂപമാണ്. അതായത് അസാറ, അസാറ, അസാറു, അസാറത്ത്, അസാറത്ത, അസർന, അങ്ങനെയാണ് അസർന വന്നത്. അസർന എന്ന് പറയുമ്പോൾ കുറേ സ്ത്രീകൾ അവർ ഇളക്കി വിട്ടു എന്നുള്ള രൂപത്തിൽ. ഫ അസർന, അങ്ങനെ അവർ ഇളക്കി വിട്ടു. ബിഹി, ബി എന്ന് പറഞ്ഞാൽ ഇൽ, ഹി എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ ബിഹി അതിൽ, അല്ലെങ്കിൽ അവിടെ. നഖ്അൻ, നഖ്അൻ എന്ന് പറഞ്ഞാൽ പൊടിപടലം. ഫ അസർന ബിഹി നഖ്അൻ, അങ്ങനെ അവർ അവിടെ പൊടിപടലം ഇളക്കി വിട്ടു. ഫ വസത്തുന ബിഹി ജംഅ. ഫ വസത്തുന, ഫ എന്നിട്ട്, അല്ലെങ്കിൽ അങ്ങനെ. വസത്തുന, വസത്ത എന്ന് പറഞ്ഞാൽ നടുഭാഗത്ത് ചെന്നു, മധ്യത്തിൽ ചെന്നു എന്നാണ്. വസത്ത, വസത്വാ, വസത്തു, വസത്വത്ത്, വസത്തത്ത, വസത്തുന. അപ്പോൾ കുറേ സ്ത്രീകൾ, അല്ലെങ്കിൽ സ്ത്രീലിംഗ രൂപത്തിൽ പറയുമ്പോഴാണ് വസത്തിന പറയാം. ഇവിടെ സ്ത്രീലിംഗ രൂപത്തിലാണ് ഇതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും വന്നത്, അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെ ഉപയോഗിച്ചു. ഫ വസത്തിന, അങ്ങനെ നടുഭാഗത്ത് ചെന്നു, അല്ലെങ്കിൽ മധ്യത്തിൽ ചെന്നു. ബിഹി അതിൽ, അല്ലെങ്കിൽ അവിടെ. ജം ആ, ജം എന്ന് പറഞ്ഞാൽ സംഘത്തിൻ്റെ, അല്ലെങ്കിൽ സംഘമായിട്ട്. ഫ വസത്തിന ബിഹി ജം ആ, അങ്ങനെ സംഘത്തിൻ്റെ നടുവിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ സംഘമായിട്ട് നടുവിൽ പ്രവേശിച്ചു. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. ഇന്ന, തീർച്ചയായും, നിശ്ചയമായും, ഉറപ്പായും. അൽ ഇൻസാന, മനുഷ്യൻ. ലി റബ്ബിഹി, റബ്ബ് നാഥൻ, രക്ഷിതാവ്. റബ്ബിഹി, അവൻ്റെ നാഥൻ, അവൻ്റെ രക്ഷിതാവ്. ലി റബ്ബിഹി, അവൻ്റെ രക്ഷിതാവിനോട്, അവൻ്റെ റബ്ബിനോട്. ലി എന്ന് പറയുമ്പോൾ അവിടെ ഓട് എന്നുള്ള അർത്ഥം. ലി റബ്ബിഹി, അവൻ്റെ നാഥനോട്. ല കനൂദ്, ല തന്നെ, അങ്ങനെ തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. കനൂദ്, കനൂദ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നന്ദി കെട്ടവൻ, കഫൂർ എന്നുള്ള അർത്ഥം. കനൂദ് എന്നുള്ളതിൻ്റെ വിശദീകരണം നമുക്ക് ഒന്നിച്ച് ആയത്തുകളുടെ വിശദീകരണം പറയുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ അവൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. വ ഇന്നഹു അലാ സാലിക ലഷഹീദ്. വ ഇന്നഹു, വാവ് അത്ഫിൻ്റെ വാവാണ്, ഇനി പറയുന്നതും എന്നർത്ഥത്തിൽ. ഇന്നഹു, തീർച്ചയായും അവൻ. ഇന്ന, നിശ്ചയമായും. ഹു, അവൻ. ഇന്നഹു, തീർച്ചയായും അവൻ. അലാ സാലിക, അലാ മേൽ, സാലിക അത്, അലാ സാലിക അതിൻ്റെ മേൽ, അല്ലെങ്കിൽ ആ കാര്യത്തിൽ. ലഷഹീദ്, ഷഹിദ സാക്ഷ്യം വഹിച്ചു, ഷഹീദ് സാക്ഷി. അപ്പോൾ ലഷഹീദ് സാക്ഷി തന്നെയാണ്. വ ഇന്നഹു അലാ സാലിക ലഷഹീദ്, തീർച്ചയായും അവൻ അതിന് സാക്ഷി തന്നെയാണ്. വ ഇന്നഹു ലി ഹുബ്ബിൽ ഖൈരി ലഷദീദ്. വ ഇന്നഹു, നേരത്തെ അതേ അർത്ഥം. വാവ് അത്ഫിൻ്റെ വാവാണ്. ഇന്ന, നിശ്ചയമായും. ഹു, അവൻ. വ ഇന്നഹു, തീർച്ചയായും അവൻ, നിശ്ചയമായും അവൻ. ലി ഹുബ്ബിൽ ഖൈരി, ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, സ്നേഹം. അൽ ഖൈർ, ഖൈർ എന്നുള്ളതിന് സാധാരണഗതിയിൽ നമ്മൾ നന്മ എന്നുള്ള അർത്ഥമാണ് പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഖൈർ എന്നുള്ളതിന് സമ്പത്ത്, ധനം എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ആ അർത്ഥമാണ്. അപ്പോൾ ഹുബ്ബിൽ ഖൈരി എന്ന് പറഞ്ഞാൽ സമ്പത്തിനോടുള്ള ഇഷ്ടം. അതിന് മുമ്പിൽ ലി ഉണ്ട്. ലി ഹുബ്ബിൽ ഖൈരി, സമ്പത്തിനോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ സമ്പത്തിനോടുള്ള ഇഷ്ടത്തിൽ, അല്ലെങ്കിൽ സമ്പത്തിനോടുള്ള ഇഷ്ടത്തിന് വേണ്ടി. ല ഷദീദ്, ല അങ്ങനെ തന്നെ. ഷദീദ്, കഠിനമായവൻ, കഠിന ഹൃദയൻ, അല്ലെങ്കിൽ കഠിന മനസ്സുള്ളവൻ. ല ഷദീദ്, കഠിനമായവൻ തന്നെ. വ ഇന്നഹു ലി ഹുബ്ബിൽ ഖൈരി ലഷദീദ്, തീർച്ചയായും അവൻ സമ്പത്തിനോടുള്ള ഇഷ്ടത്തിൻ്റെ കാര്യത്തിൽ
കഠിനമായവൻ തന്നെയാണ്. അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ. അഫലാ യഅലമു, അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നർത്ഥം. യഅലമു അറിയുന്നു. അതിന് മുമ്പിൽ ലാ എന്നുണ്ട്. ലാ യഅലമു അറിയുന്നില്ല. അതിൻ്റെ മുമ്പിൽ ഫ ലാ യഅലമു അപ്പോൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്നിട്ട് അറിയുന്നില്ല. അതിൻ്റെ മുമ്പിൽ ഒരു ഹംസയുണ്ട്. അത് ചോദ്യത്തിന് വേണ്ടിയുള്ള ഹംസയാണ്. അഫലാ യഅലമു അപ്പോൾ അവൻ അറിയുന്നില്ലേ. ആ തുടക്കത്തിലുള്ള ഹംസ ചേർക്കാതെ പറയുമ്പോൾ ഫ ലാ യഅലമു അപ്പോൾ അവൻ അറിയുന്നില്ല. അതൊരു ചോദ്യമായിട്ട് മാറും ആ കൂടെ ചേരുമ്പോൾ. അഫലാ യഅലമു അവൻ അപ്പോൾ അറിയുന്നില്ലേ. ഇദാ ബുഅസിറ, ബഅസറ എന്ന് പറഞ്ഞാൽ ഇളക്കി മറിച്ചു എന്നാണ് അർത്ഥം. ബഅസറ അതിൻ്റെ മജ്ഹൂൽ രൂപമാണ് ബുഅസിറ, ഇളക്കി മറിക്കപ്പെട്ടു. അതിനു മുമ്പിൽ ഇദാ വരുമ്പോൾ അങ്ങനെ ആയാൽ, ഇദാ ബുഅസിറ ഇളക്കി മറിക്കപ്പെട്ടാൽ. ശരിക്ക് സാധാരണഗതിയിൽ അറബിയിലുള്ള കൂടുതൽ പദങ്ങളും അതിൻ്റെ ഏറ്റവും അടിസ്ഥാന രൂപം, മാളിയായ ക്രിയാരൂപം എന്ന് പറയുന്നത് 3 അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കിയതായിരിക്കും. എന്നാൽ 4 അക്ഷരങ്ങൾ കൊണ്ടുള്ള ക്രിയാരൂപങ്ങളുണ്ട്. അങ്ങനെയുള്ള ക്രിയാരൂപങ്ങളിൽ അധികവും ഒരു ഇളക്കത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ബഅസറ വന്നു, അതും ഒരു ഇളക്കത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. സൽസല അതൊക്കെ ഇളക്കത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് 4 അക്ഷരങ്ങളുള്ള ക്രിയാരൂപങ്ങൾ അധികവും ഇളക്കത്തെ സൂചിപ്പിക്കും. ഇവിടെ ബഅസറ അതിൻ്റെ മജ്ഹൂൽ രൂപം ബുഅസിറയാണ് വന്നത്, ഇളക്കി മറിക്കപ്പെട്ടു. ഇദാ ബുഅസിറ ഇളക്കി മറിക്കപ്പെട്ടാൽ. മാ ഫിൽ ഖുബൂർ, ഖബർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖുബൂർ. ഖബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖബർ തന്നെയാണല്ലോ പറയുക, മരിച്ചതിന് ശേഷം മയ്യത്ത് കൊണ്ടുപോയി വെക്കുന്ന ആ കുഴി. അതിൻ്റെ ബഹുവചനമാണ് ഖുബൂർ, ഖബറുകൾ. ഫിൽ ഖുബൂരി ഖബറുകളിൽ, അല്ലെങ്കിൽ ഖബറുകളിൽ ഉള്ള. അതിൻ്റെ മുമ്പിലൊരു മാ ഉണ്ട്, അത് എന്നർത്ഥത്തിൽ. മാ ഫിൽ ഖുബൂരി ഖബറുകളിൽ ഉള്ളത്. അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ അപ്പോൾ അവൻ അറിയുന്നില്ലേ ഖബറുകളിൽ ഉള്ളത് ഇളക്കി മറിക്കപ്പെട്ടാൽ. വ ഹുസ്സില മാ ഫി സുദൂർ. ഹസ്വല എന്ന് പറഞ്ഞാൽ പുറന്തള്ളി എന്നാണ്. അതിൻ്റെ മജ്ഹൂൽ രൂപം ഹുസ്സില, പുറന്തള്ളപ്പെട്ടു. വ ഹുസ്സില പുറന്തള്ളപ്പെടുകയും ചെയ്തു. വാവ് അത്തിഫിൻ്റെ വാവ്, എന്നർത്ഥത്തിൽ. വ ഹുസ്സില പുറന്തള്ളപ്പെടുകയും ചെയ്തു. മാ ഫി സുദൂർ, സ്വദർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സുദൂർ. സ്വദർ എന്ന് പറഞ്ഞാൽ ഹൃദയം അല്ലെങ്കിൽ നെഞ്ച്. സുദൂർ നെഞ്ചുകൾ. ഫി സുദൂരി നെഞ്ചുകളിൽ, അല്ലെങ്കിൽ നെഞ്ചുകളിലുള്ള. മാ ഫി സുദൂരി നെഞ്ചുകളിൽ ഉള്ളവ. മാ എന്ന് പറഞ്ഞാൽ അവ അല്ലെങ്കിൽ അത്. അപ്പോൾ വഹുസ്സില മാ ഫി സുദൂർ നെഞ്ചുകളിൽ ഉള്ളവ പുറന്തള്ളപ്പെടുകയും ചെയ്താൽ. ശരിക്കും ആ വാവ് തൊട്ട് മുമ്പത്തെ ആയത്തിലെ ഇദാ എന്നുള്ളതിലേക്ക് ചേർത്തുകൊണ്ടാണ് വരിക. അപ്പോൾ ശരിക്കും അവിടെ വഹുസ്സില എന്ന് പറയുമ്പോൾ ഇദാ ഹുസ്സില എന്നുള്ള രൂപത്തിലാണ് വരിക. നെഞ്ചുകളിൽ ഉള്ളത് പുറന്തള്ളപ്പെടുകയും ചെയ്താൽ. ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൽ ലഖബീർ. ഇന്ന തീർച്ചയായും, നിശ്ചയമായും, റബ്ബഹും റബ്ബ് രക്ഷിതാവ്, നാഥൻ, ഹും അവരുടെ, റബ്ബഹും അവരുടെ നാഥൻ, അവരുടെ രക്ഷിതാവ്, ബിഹിം അവരെ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ, അവരെ പറ്റി, യൗമ ഇദിൻ അന്നേ ദിവസം, അന്നത്തെ ദിവസം, ല ഖബീർ. ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അറിയുന്നവൻ. ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ല ഖബീർ സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ്. ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൽ ലഖബീർ. തീർച്ചയായും അവരുടെ നാഥൻ അവരെപ്പറ്റി അന്നത്തെ ദിവസം സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ്. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ ഈ ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു വാവ് കൊണ്ടാണ് തുടങ്ങുന്നത്, അല്ലേ? വൽ ആദിയാത്തി ദബ്ഹ. കിതച്ച് ഓടുന്നവ തന്നെയാണ് സത്യം. പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു പലതിനെയും വെച്ച് സത്യം ചെയ്യുന്നുണ്ട്. വശംസി സൂര്യൻ തന്നെയാണ് സത്യം, വൽ ഖമരി ചന്ദ്രൻ തന്നെയാണ് സത്യം, വൽ ലൈലി രാത്രി തന്നെയാണ് സത്യം, വൽ ദുഹാ സമയം തന്നെയാണ് സത്യം, അങ്ങനെ പലതും. വൽ ഫജ്രി പ്രഭാതം തന്നെയാണ് സത്യം, വത്തീനി അത്തിമരം തന്നെയാണ് സത്യം, അങ്ങനെ പലതും. അള്ളാഹുവിന് ആ രൂപത്തിലെല്ലാം സത്യം ചെയ്യാം, കാരണം എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എന്നാൽ നമ്മളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സത്യം ചെയ്യാൻ അള്ളാഹുവിനെ വെച്ച് മാത്രമേ സത്യം ചെയ്യാവൂ. വല്ലാഹി എന്നുള്ള രൂപത്തിൽ മാത്രമേ നമ്മൾ സത്യം ചെയ്യാൻ പാടുള്ളൂ. മറ്റ് യാതൊന്നിനെയും വെച്ച് നമ്മൾ സത്യം ചെയ്യാൻ പാടില്ല. എൻ്റെ ഉമ്മയാണ് സത്യം, എൻ്റെ ഉപ്പയാണ് സത്യം, എൻ്റെ മകനാണ് സത്യം, അങ്ങനെ പല രൂപത്തിലും ആളുകൾ സത്യം ചെയ്യാറുണ്ട്. അതെല്ലാം തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല.
അള്ളാഹുവിനെ വെച്ച് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അതും അതിനുള്ളൊരു ഗൗരവം കൊടുക്കണം. എല്ലാ നിസ്സാര കാര്യങ്ങൾക്കും പോയിട്ട് സത്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ വല്ലാഹി എന്നുള്ള രൂപത്തിലാണ് മനുഷ്യന്മാർ സത്യം ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ അള്ളാഹുവിന് എല്ലാം അവൻ്റെ സൃഷ്ടികളായതുകൊണ്ട് ഏതിനെ വെച്ചും സത്യം ചെയ്യാം. ഇവിടെ വൽ ആദിയാത്തി, ഓടുന്നവ തന്നെയാണ് സത്യം. എങ്ങനെയാണ്? ദബ്ഹൻ, കിതച്ചുകൊണ്ട് ഓടുക എന്ന് പറയുമ്പോൾ ചില ജീവികളൊക്കെ കിതച്ചുകൊണ്ട് ഓടിയിട്ട് ആ കിതപ്പിൽ നിന്ന് ഊർജം സംഭരിച്ച് കൂടുതൽ ശക്തിയിൽ ഓടും. എന്നാൽ മനുഷ്യനൊക്കെ ഓടുന്ന സമയത്ത് ക്ഷീണിച്ചിട്ടാണ് കിതക്കുക. എന്നാൽ കുതിര, നായ പോലെയുള്ള മൃഗങ്ങളൊക്കെ അവ ആ കിതപ്പിൽ നിന്ന് ഊർജം സംഭരിച്ച് ഓടുന്ന ജീവികളാണ്. അപ്പോൾ ഇവിടെ കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ് സത്യം. ഫൽ മൂരിയാത്തി ഖദ്ഹ, അങ്ങനെ കുളമ്പുകൾ ഉരസിയിട്ട് തീപ്പൊരി പറത്തുന്നവ. അപ്പോൾ കുളമ്പുകൾ പാറകളിലും കല്ലുകളിലുമൊക്കെ തട്ടിയിട്ട് തീപ്പൊരി പറത്തുക എന്ന് പറയുമ്പോൾ അത്ര വേഗതയിലാണ് അവ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, പല മൃഗങ്ങളുടെയും കാലുകളുടെ അടിഭാഗത്ത് ചെറിയ ലോഹത്തിൻ്റെ ഒരു പാളിയൊക്കെ വെച്ച് ആണിയടിക്കുന്നത് നമുക്ക് കേട്ട് പരിചയം ഉണ്ടാവും. ലാടം അടിക്കുക എന്ന് പറയും. മുമ്പ് കാലങ്ങളിലൊക്കെ ഈ പശുക്കളുടെയൊക്കെ ഈ കാലുകൾ തേഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അടിഭാഗത്ത് ഒരു മെറ്റലിൻ്റെ, ഒരു ലോഹത്തിൻ്റെ കഷ്ണം വെച്ച് ഒരു ചെറിയ പാളി വെച്ച് അടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇപ്പോഴും ഒരു പക്ഷേ ഉണ്ടാവും അത്. അപ്പോൾ അവയ്ക്ക് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന പോലെ ചെരുപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ അവരുടെ കുളമ്പിൻ്റെ അടിഭാഗം, കാലിൻ്റെ അടിഭാഗം പെട്ടെന്ന് തേഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ലോഹത്തിൻ്റെ കഷ്ണം വെച്ചടിക്കുന്നതാണ്. ആ രൂപത്തിലൊക്കെ ലോഹത്തിൻ്റെ കഷ്ണം ഉണ്ടെങ്കിലും തീപ്പൊരി നന്നായിട്ട് പറക്കും. ആ ഒരു ലോഹത്തിൻ്റെ കഷ്ണം പാറകളിലൊക്കെ തട്ടുമ്പോൾ നന്നായിട്ട് തീപ്പൊരി പറക്കും. ഇനി അതൊന്നും ഇല്ലെങ്കിലും വളരെ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരർത്ഥത്തിൽ, അല്ലെങ്കിൽ ആ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജീവികളാവുമ്പോൾ അതിൻ്റെ കുളമ്പുകൾ പാറകളിലും മറ്റൊക്കെ തട്ടി തീപ്പൊരി പറത്തുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഫൽ മൂരിയാത്തി ഖദ്ഹ, ഫൽ മുഗൈറാത്തി സുബ്ഹ, അങ്ങനെ പ്രഭാതവേളയിൽ ആക്രമണം നടത്തുന്നവ. അപ്പോൾ ഇവിടെ ഒരു യുദ്ധത്തിന് പോകുന്ന എന്തോ ജീവികളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കൂടുതൽ പണ്ഡിതന്മാരും ഇവിടെ അഭിപ്രായപ്പെട്ടത് പടക്കുതിരകളെക്കുറിച്ചാണ് ഈ ആയത്തുകളിൽ പറയുന്നത് എന്നാണ്. ആ രൂപത്തിലുള്ള പോക്കും കാര്യങ്ങളൊക്കെ വെച്ച് അത് പടക്കുതിരകളാണ് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ ഒട്ടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നും ചില അഭിപ്രായങ്ങളുണ്ട്. ശരി, അപ്പോൾ നമുക്കത് പടക്കുതിരകളായിട്ട് പരിഗണിക്കാം. അങ്ങനെ ആ പടക്കുതിരകൾ ഫൽ മുഗൈറാത്തി സുബ്ഹ, ഈ മുഗീറ എന്നുള്ള പദം നമുക്ക് കേട്ട് പരിചയം ഉണ്ടാവില്ലേ? വലീദ് ബിൻ മുഗീറ, അതാരാണ്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്. ഫൽ മുഗീറാത്തി സുബ്ഹ, പ്രഭാതവേളയിൽ ആക്രമണം നടത്തുന്നവ. എന്താണ് ഈ പ്രഭാതവേളയിൽ ആക്രമണം നടത്തുന്നതിൻ്റെ പ്രത്യേകത? ജാഹിലിയ കാലത്തൊക്കെ യുദ്ധങ്ങളുണ്ടാകുമ്പോൾ ആ ഒരു പ്രഭാതമാകുന്നതിന് മുമ്പ്, ആ ഉറക്കത്തിൻ്റെ അവസാന സമയത്താണ് പലപ്പോഴും ശത്രു രാജ്യങ്ങൾ ആക്രമണം നടത്തുക. അങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ഒന്ന്, ആരെയാണോ ആക്രമിക്കുന്നത് അവർ ഒരുങ്ങി നിന്നിട്ടുണ്ടാവില്ല, അവരൊരു പക്ഷേ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചാക്രമിക്കാൻ അവർ പ്രയാസപ്പെടും. മാത്രമല്ല, നേരം പുലരാത്തത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് കാഴ്ചയും കിട്ടൂല. എന്നാൽ ഈ ചെല്ലുന്ന രാജ്യം, ആക്രമിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന രാജ്യം, അവർ മുൻകൂട്ടി ഒരുങ്ങിയതായതുകൊണ്ട് അവർക്കതൊന്നും പ്രശ്നമല്ല. അപ്പോൾ പ്രഭാതവേളയിൽ ആക്രമണം നടത്തുക എന്നുള്ളത് ജാഹിലിയ കാലത്തുള്ളൊരു സമ്പ്രദായമായിരുന്നു. ഈ കാലഘട്ടങ്ങളിലും പലപ്പോഴും രാത്രികളിലാണല്ലോ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, അപ്പോൾ ഫൽ മുഗൈറാത്തി സുബ്ഹ, പ്രഭാതവേളയിൽ ആക്രമണം നടത്തുന്നവ. ഫ അസർ നബിഹി നഖ്അ, അങ്ങനെ പൊടിപടലങ്ങൾ അവ ഇളക്കി വിട്ടു. പൊടിപടലം ഇളക്കി വിടുക എന്ന് പറയുമ്പോൾ അത് ഒന്ന് യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിപ്പിക്കും. അതായത് ഒരുപാട് പൊടിപടലൊക്കെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ എതിർ രാജ്യത്തിന് തോന്നും ഇതൊരു വലിയ പടയാണ് ഈ വരുന്നത്, വലിയ ഒരു സംഘമാണ് വരുന്നത് എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അവരുടെ ശത്രുരാജ്യത്തിൻ്റെ മനോവീര്യം തകർക്കാൻ അത് കാരണമാവും. അവർക്കൊരു പേടിയുണ്ടാവും, വളരെ വലിയൊരു സൈന്യമാണ് വരുന്നത് എന്നുള്ള തോന്നലുണ്ടാക്കാൻ. ആ രൂപത്തിൽ പൊടിപടലങ്ങൾ ഒന്നിച്ച് ഇളക്കി വിടും. ഇനി മറ്റൊന്ന്, വളരെ വേഗതയിൽ കുറേ കുതിരകളൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും പൊടിപടലങ്ങൾ ഒന്നിച്ച് വരികയും ചെയ്യും. അപ്പോൾ പൊടിപടലങ്ങൾ പറത്തുന്നു പറയുമ്പോൾ അവ വളരെ വേഗതയിൽ പോകുന്നു എന്നും, അല്ലെങ്കിൽ
അവ ശത്രുരാജ്യത്തിൻ്റെ മനോവീര്യം തകർക്കാൻ വേണ്ടി ഒരു യുദ്ധതന്ത്രം എന്നുള്ള രൂപത്തിൽ ആ രൂപത്തിൽ പൊടിപടലങ്ങൾ പറത്തിവിടുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. വസത്തുന ബിഹി ജം അങ്ങനെ ആ ശത്രു സംഘത്തിൻ്റെ നടുവിലേക്ക് അവ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ അവ സംഘമായിട്ട് പ്രവേശിക്കുന്നു. അപ്പോൾ ആ ഒരു ശത്രു സംഘത്തിൻ്റെ നടുവിലേക്ക് അവർ പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അവിടെ തൻ്റെ മുമ്പിൽ മറ്റുള്ള പല മൃഗങ്ങളും വെട്ടേറ്റ് അല്ലെങ്കിൽ അമ്പും മറ്റൊക്കെ കൊണ്ട് ചോരയിൽ കുതിർന്ന് വീണ് കിടക്കുന്നത് ഈ മൃഗങ്ങൾ കണ്ടാൽ പോലും പടക്കുതിരകൾ പിന്തിരിഞ്ഞോടൂല. അവർ മുമ്പോട്ട് തന്നെ പോവുള്ളൂ. അവരാ സംഘത്തിൻ്റെ നടുവിലേക്ക് തന്നെ പോവുള്ളൂ. മറ്റുള്ള മൃഗങ്ങൾ അവ വെട്ടേറ്റൊക്കെ വീഴുന്നത് കണ്ടാൽ പോലും അവ മുന്നോട്ട് തന്നെ പോകും. അത് പടക്കുതിരകളുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ഭുതമാണ്. കാരണം ഉദുഹിയത്തിനൊക്കെ അറുക്കുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മൃഗത്തെ അറുക്കുന്നത് മറ്റൊരു മൃഗം കാണാൻ പാടില്ല എന്നാണല്ലോ. പക്ഷേ അതെങ്ങാനും ഏതെങ്കിലും ഒരു മൃഗം കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കൂ. ആ മൃഗം കയറെല്ലാം പൊട്ടിച്ചോടും അല്ലേ. പക്ഷേ പടക്കുതിരകൾ അവർ മുമ്പോട്ട് തന്നെ പോകും. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ആ കുതിരയുടെ പുറത്തിരിക്കുന്ന യജമാനൻ്റെ ആഗ്രഹം എന്താണോ അത് നിറവേറ്റാൻ ആ ഒരു കുതിര ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ആ കുതിര അതിന് തയ്യാറാണ്. എനിക്ക് ഇത്രയും കാലം വെള്ളവും ഭക്ഷണവും താമസിക്കാനൊരിടവും ഒക്കെ നൽകിയ എൻ്റെ യജമാനൻ്റെ ആഗ്രഹം മുന്നോട്ടുള്ള പോക്കായതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്ന രൂപത്തിൽ ആ കുതിര ആ യജമാനെയും കൊണ്ട് ആ യുദ്ധക്കളത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ എത്ര വലിയ നന്ദിയാണ് ആ ഒരു കുതിര തൻ്റെ യജമാനോട് കാണിക്കുന്നു നോക്കൂ. ഭക്ഷണവും വെള്ളവും താമസിക്കാനൊരിടവും കൊടുക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല, അതുമാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ആ കുതിര അതിൻ്റെ യജമാനനോട് അങ്ങേ അറ്റത്ത് നന്ദിയാണ് കാണിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ കുതിരയ്ക്ക് അതിന് യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ കിരീടം കിട്ടുന്നില്ല, അതിന് രാജാവാക്കൊന്നുമില്ല, അതിന് സിംഹാസനം കിട്ടുന്നില്ല, അതിന് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നില്ല. പക്ഷേ അത് അതിൻ്റെ യജമാനൻ്റെ ആഗ്രഹം എന്താണോ, അല്ലെങ്കിൽ യജമാനൻ്റെ ആ ഒരു സ്നേഹത്തിൽ, യജമാനോടുള്ള സ്നേഹം കൊണ്ട് യജമാനനോട് നന്ദി കാണിക്കാൻ വേണ്ടി തൻ്റെ ജീവന് പോലും യാതൊരു വിലയും കൊടുക്കാതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, ഇന്നൽ ഇൻസാൻ ലി റബ്ബിഹി ലകനൂദ്, എന്നാൽ മനുഷ്യൻ അവൻ്റെ നാഥനോട് നന്ദി കെട്ടവൻ തന്നെ. ഈ കനൂദ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എത്ര തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചാലും ഒന്നും മുളക്കാത്ത സ്ഥലം. എന്ത് തന്നെ വെള്ളം കൊടുത്താലും വളം കൊടുത്താലും ഒന്നും അവിടെ ഒരു പുല്ല് പോലും മുളക്കൂല. അങ്ങനെയുള്ള സ്ഥലത്തിനാണ് കനൂദ് എന്ന് പറയാം. അതായത് എത്ര അങ്ങോട്ട് കൊടുത്താലും ഇങ്ങോട്ടൊന്നും തരാത്ത സ്ഥലം. മനുഷ്യനെ ആ രൂപത്തിലാണ് അള്ളാഹു, ആ പദപ്രയോഗം കൊണ്ടാണ് അള്ളാഹു സൂചിപ്പിച്ചത്. അള്ളാഹു എത്ര തന്നെ മനുഷ്യന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും എത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയാലും അവൻ തിരിച്ച് അങ്ങോട്ട് നന്ദി കാണിക്കുന്നില്ല. ഹസനുൽ ബസരി റഹിമഹുള്ള ഈ പദത്തെ വിശേഷിപ്പിച്ചത് സദാ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആളായിട്ടാണ്. അതായത് കനൂദ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ലായ്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, പരാതികൾ അങ്ങനെ പറയാം, കിട്ടാത്തത് അങ്ങനെ പറയാം, കിട്ടിയതൊന്നും പറയൂല. എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല, കിട്ടാത്തത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല എന്നുള്ള പരാതികൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഏതായാലും നന്ദി കെട്ടവനാണ് മനുഷ്യൻ. ആ ഒരു പടക്കുതിര തൻ്റെ യജമാനനോട് കാണിക്കുന്ന ആ നന്ദി പോലും ഈ മനുഷ്യൻ തൻ്റെ യജമാനനോട് കാണിക്കുന്നില്ല. മനുഷ്യന് അള്ളാഹു എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. എന്നിട്ട് പോലും ആ ഒരു പടക്കുതിര കാണിക്കുന്ന നന്ദി പോലും മനുഷ്യൻ തൻ്റെ യജമാനനോട് കാണിക്കുന്നില്ല എന്നാണ് ഈ ഒരു 6-ാമത്തെ ആയത്ത് അതുവരെയുള്ള 5 ആയത്തുകളോട് ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക. ആദ്യ 5 ആയത്തുകളിൽ ഒരു പടക്കുതിരയെക്കുറിച്ച് പറഞ്ഞു. 6-ാമത്തെ ആയത്തിൽ എന്നിട്ട് പറയുന്നത് മനുഷ്യൻ അവൻ്റെ യജമാനനോട്, അവൻ്റെ നാഥനോട് നന്ദി കെട്ടവനാണ് എന്നാണ്. അപ്പോൾ ആ ഒരു പടക്കുതിര കാണിക്കുന്ന നന്ദി പോലും മനുഷ്യൻ തൻ്റെ യജമാനനോട് കാണിക്കുന്നില്ല എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയാം, വ ഇന്നഹു അലാ സാലിക ലഷഹീദ്, തീർച്ചയായും അവൻ അതിന് സാക്ഷിയാണ്. ആര്? ഒന്നുകിൽ അള്ളാഹു അതിനൊക്കെ സാക്ഷിയാണ്. ഈ മനുഷ്യൻ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന നന്ദികേടുണ്ടല്ലോ, എത്ര എന്തൊക്കെ ചെയ്തു കൊടുത്താലും നന്ദികേട് കാണിക്കുന്നു, അതിന് അള്ളാഹു സാക്ഷിയാണ്. അള്ളാഹു അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ മനുഷ്യൻ സാക്ഷിയാണ്, അങ്ങനെയും പറയാം. മനുഷ്യർ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു.
ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓരോരുത്തരും അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ അവൻ്റെ നാഥനോട് നന്ദി കെട്ടവനാണ്, നന്ദികേട് കാണിക്കുന്നവനാണ് എന്നുള്ള സത്യം ഓരോ മനുഷ്യനും കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ അതിന് സാക്ഷിയാണ്. ഇവിടെ ഷഹീദ് എന്ന് പറയുമ്പോൾ സാക്ഷി അല്ലേ? സാധാരണഗതിയിൽ ഷഹീദ് എന്ന് പറയുമ്പോൾ ഷഹീദായവൻ, യുദ്ധത്തിലൊക്കെ മരിച്ച ആളുകളെയാണ് പൊതുവേ നമ്മൾ ഷഹീദ് എന്ന് പറയാം. ഷഹീദ് എന്ന് പറഞ്ഞാൽ സാക്ഷി എന്നേ അർത്ഥമുള്ളൂ. അത് നാവ് കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവരുണ്ട്, അതാണ് സത്യസാക്ഷ്യം വഹിക്കുന്നവർ. എന്നാൽ തൻ്റെ ആദർശത്തിന് വേണ്ടി രക്തം ചിന്തുന്ന അല്ലെങ്കിൽ മരണം വരിക്കുന്ന ആളുകൾ, അവരെയാണ് ശരിക്കും നമ്മൾ രക്തസാക്ഷി എന്നുള്ള രൂപത്തിൽ പറയുന്നത്. ഷഹീദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് സാക്ഷി എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ മനുഷ്യരൊക്കെ ഈ കാര്യങ്ങൾക്കെല്ലാം സാക്ഷികളാണ്, അള്ളാഹുവും സാക്ഷിയാണ്. വ ഇന്നഹു ലി ഹുബ്ബിൽ ഖൈരി ലശദീദ്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ നന്ദികേട് കാണിക്കുന്നത്? അവൻ ധനത്തോടുള്ള, സമ്പത്തിനോടുള്ള ഇഷ്ടത്തിൽ അതികഠിനമായവനാണ്. മനുഷ്യർ സമ്പത്തിനോടുള്ള ഇഷ്ടം കാരണം കഠിനമായ ഹൃദയമുള്ളവനാണ്, കഠിനമായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, കഠിന മനസ്സുള്ളവനാണ്. സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി എന്ത് തരം കാര്യങ്ങളും അവൻ ചെയ്യും. അവൻ്റെ ഹൃദയം കഠിനമായ രൂപത്തിൽ ഏതും ചെയ്യും. സ്വന്തം മാതാവിനെ ചിലപ്പോൾ കൊല്ലും, മാതാപിതാക്കളെ. സ്വന്തം മക്കളെ കൊല്ലുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. സ്വന്തം ഇണകളെ കൊല്ലുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. സ്വന്തം സുഹൃത്തുക്കളെ കൊല്ലുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. സ്വത്തിന് വേണ്ടിയിട്ട് സ്വന്തം കൂടപ്പിറപ്പുകളെ കൊല്ലുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുന്നു, മൊഴി മാറ്റി പറയുന്നു, പലരെയും ഒറ്റിക്കൊടുക്കുന്നു. ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്നു. അതിനൊക്കെ അവൻ തന്നെ സാക്ഷിയാണ്, അള്ളാഹുവും സാക്ഷിയാണ്. 9, 10, 11 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, അഫലാ യഅലമു ഇദാ ബുഅസിറ മാഫിൽ ഖുബൂർ വഹുസ്സില മാഫി സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൽ ലഖബീർ. അതായത് ഖബറുകളിലുള്ളതൊക്കെ ഇളക്കി മറിക്കപ്പെട്ടാൽ എന്നേ പറയുന്നുള്ളൂ. അവൻ അറിയുന്നില്ലേ ഖബറുകളിലുള്ളതൊക്കെ ഇളക്കി മറിക്കപ്പെട്ടാൽ എന്താ സംഭവിക്കുക എന്ന് അവൻ അറിയില്ലേ എന്ന് പറഞ്ഞാൽ, എന്തിനാണ് മനുഷ്യ നീ ഇങ്ങനെ സമ്പത്തിനോട് അമിതമായ ആഗ്രഹം കാരണം ഇങ്ങനെ നന്ദികേട് കാണിക്കുന്നത്? ആ ഖബറുകളിലുള്ളതൊക്കെ ഇളക്കി മറിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ ഖബറുകളൊന്ന് തുറന്നു കഴിഞ്ഞാൽ ആ സമ്പത്ത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? നീ ഇവിടുന്ന് വെട്ടിപ്പിടിച്ച, നീ ഒരുപാട് രൂപത്തിൽ തെറ്റായ രൂപത്തിൽ സമ്പാദിച്ച ഈ ഒരു സമ്പത്തൊക്കെ നിനക്ക് ഉപകാരപ്പെടുമോ? എന്തിനാണ് സമ്പത്തിന് വേണ്ടി ഇങ്ങനെ ഈ തരത്തിൽ ജീവിക്കുന്നത്? അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട്, സമ്പത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഖബറുകളിലുള്ളതൊക്കെ ഒന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം വന്നു കഴിഞ്ഞാൽ വല്ല ഉപകാരവും നിനക്ക് ഇതുകൊണ്ട് കിട്ടുമോ എന്ന് നിനക്കറിയില്ലേ എന്നാണ് അതിൻ്റെ ചോദ്യം. വഹുസ്സില മാഫി സുദൂർ. മനസ്സുകളിലുള്ളത്, ഹൃദയങ്ങളിലുള്ളത് പുറന്തള്ളപ്പെടുകയും ചെയ്താൽ. അപ്പോൾ ഹൃദയങ്ങളിലുള്ളത് പുറന്തള്ളുക എന്ന് പറഞ്ഞാൽ അവിടെ നോക്കൂ നിങ്ങൾ, കർമ്മങ്ങൾ പ്രദർശിപ്പിക്കുമെന്നല്ല പറഞ്ഞത്. ഹൃദയങ്ങളിലുള്ളത് വെളിപ്പെടുത്തുക, ഹൃദയങ്ങളിലുള്ളത് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്ത് കർമ്മം ചെയ്തു എന്നുള്ളതിനേക്കാൾ എന്തിന് ആ കർമ്മം ചെയ്തു എന്നുള്ളതിനാണ് പ്രാധാന്യം. കർമ്മങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എന്ത് ഉദ്ദേശത്തിലാണ് ആ കർമ്മം ചെയ്തത്? ആ കർമ്മം ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലെ ലക്ഷ്യം, ഉദ്ദേശം എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ അടുത്തുള്ള പ്രീതിയാണോ, അതോ ആളുകൾ കാണണമെന്നുള്ള ആഗ്രഹമാണോ? ഏത് ഉദ്ദേശത്തിൽ അവൻ ചെയ്തു എന്നുള്ളതിനനുസരിച്ചാണ് അള്ളാഹു അവന് പ്രതിഫലം നൽകുക. അപ്പോൾ വഹുസ്സില മാഫി സുദൂർ, ഹൃദയങ്ങളിലുള്ളത് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം, അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് മനുഷ്യ നീ ഓർക്കുന്നില്ലേ? ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൽ ലഖബീർ. അന്നത്തെ ദിവസം അള്ളാഹു എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ്. എന്തൊക്കെ ചെയ്തു എന്ന് മാത്രമല്ല, എന്തിന് ചെയ്തു, എന്ത് ഉദ്ദേശത്തിൽ ചെയ്തു, എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അള്ളാഹു അന്നത്തെ ദിവസം അറിയും, അത് വെളിപ്പെടുത്തും. അപ്പോൾ നമ്മൾ ഒളിപ്പിച്ച് വെച്ചതും തെളിവ് നശിപ്പിച്ചതും എല്ലാം ആ ദിവസം പുറത്തേക്ക് വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് ഈ കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ളതെല്ലാം അള്ളാഹു അങ്ങ് പുറത്തേക്കിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനൊരു ദിവസം നമുക്ക് വരാനുണ്ട് എന്നൊരു ബോധം നമുക്ക് വേണം. ഈ സൂറത്ത് ഒന്നിച്ചെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, പരലോകത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ് ഇതിൻ്റെ അവസാനത്തെ 3 ആയത്തുകളിൽ പറയുന്നത്. ആ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത ഒരു മനുഷ്യനുണ്ടെങ്കിലേ ഈ ലോകത്ത് ഒരു മനുഷ്യൻ നല്ല രൂപത്തിൽ ജീവിക്കുള്ളൂ. അമിതമായി സ്വത്തിനെ ഇഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ സ്വത്തിന് വേണ്ടി തെറ്റുകൾ ചെയ്ത് അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന അവസ്ഥയൊക്കെ ഒഴിവാക്കി നല്ല രൂപത്തിലൊരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ പരലോകത്തെക്കുറിച്ച് അവന് കൃത്യമായ അറിവുണ്ടാവണം, പരലോകത്ത് രക്ഷപ്പെടാനുള്ള ആഗ്രഹം അവനുണ്ടാവണം. ഇനി ഈ സൂറത്ത് ഒന്നിച്ച് നോക്കുകയാണെങ്കിൽ
ആദ്യ 5 ആയത്തുകളുടെ അവസാനം ഒരേപോലെയാണ്, അവസാനിക്കുന്നത് ഒരേ രൂപത്തിലാണ്. അതിൻ്റെ പാരായണ ശൈലിയും ഒരേ രൂപത്തിലാണ്. ആ 5 ആയത്തുകളിൽ പറയുന്ന കാര്യവും ഒരേ കാര്യത്തെക്കുറിച്ചാണ്, ഒരു കുതിരയെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത 3 ആയത്തുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ അടുത്ത 3 ആയത്തുകളുടെ പാരായണം അവസാനിക്കുന്നത് ഒരേ രൂപത്തിലാണ്. അതിൽ പറയുന്ന കാര്യവും ഒരേ കാര്യത്തെക്കുറിച്ചാണ്, മനുഷ്യൻ്റെ നന്ദികേടാണ് പറയുന്നത്. അവസാനത്തെ 3 ആയത്തെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പാരായണം അവസാനിക്കുന്നിടത്ത് ഒരേ രൂപത്തിലാണ്. അതിൽ പറയുന്ന കാര്യം പരലോകത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സൂറത്തിന് നമുക്ക് ആദ്യ 5 ആയത്തുകളിൽ ഒരു കാര്യം, പിന്നത്തെ 3 ആയത്തുകളിൽ മറ്റൊരു കാര്യം, പിന്നത്തെ 3 ആയത്തുകളിൽ മറ്റൊരു കാര്യം, ആ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഈ സൂറത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ആദ്യ 5 ആയത്തുകളുടെ അവസാനം നോക്കൂ. ദബ്ഹൻ, ഖദ്ഹൻ, സുബ്ഹൻ, നഖ്അൻ, ജംഅൻ. അവിടെയൊക്കെ ഫത്ഹ തൻവീനിലാണ് അവസാനിക്കുന്നത്. ഫത്ഹ തൻവീനിൽ പാരായണം നിർത്തുകയാണെങ്കിൽ ഫത്ഹ ആക്കിയിട്ട് 2 അക്ഷരം നീട്ടണം. മദ് 70 എന്നാണ് അതിന് പറയാം. അപ്പോൾ വൽ ആദിയാത്തി ലബ്ഹ എന്നാണ് പറയുക, ലബ്ഹൻ എന്നല്ല. അതേപോലെ ഖദ്ഹ, സുബ്ഹ, നഖ്അ, ജംഅ, അങ്ങനെയാണ് അവിടെയൊക്കെ പാരായണം അവസാനിക്കുക. ഇനി വൽ ആദിയാത്തി ലബ്ഹൻ, അവിടെ ബാഇന് സുക്കൂൻ വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. അതിനെ എടുത്ത് പറയണം, ഗൗരവത്തിൽ പറയണം, വെളിവാക്കി പറയണം. ബ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ലബ്ഹ. ഫൽ മൂരിയാത്തി ഖദ്ഹ, അവിടെ ദാലിന് സുക്കൂൻ വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അതും. അതിനെയും എടുത്ത് പറയണം. ഖദ്, ദ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഫൽ മുഗൈറാത്തി സുബ്ഹ, അവിടെ വീണ്ടും സുബ്, ബാഇന് സുക്കൂൻ വന്നു, അപ്പോൾ അതിനെയും എടുത്ത് പറയണം. ഫ അസർന ബിഹി നഖ്അ, അവിടെ ബിഹി എന്നുള്ളിടത്ത് ഹ ഉലമീർ വന്നു. അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ആ ഹ ഉലമീറിന് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിനെ സൂചിപ്പിക്കാൻ ഒരു യാഇൻ്റെ കഷ്ണം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ബിഹി, ബിഹി എന്ന് പറഞ്ഞാൽ പോരാ, ബിഹി. നഖ്അൻ, അവിടെ ഖാഫിന് സുക്കൂൻ വന്നു, അതും കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. അതിനെയും വെളിവാക്കി പറയണം, എടുത്ത് പറയണം. നഖ്അ. ഫവസത്ന, അവിടെ താഇന് സുക്കൂൻ വന്നു, അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. അതിനെയും എടുത്ത് പറയണം, വെളിവാക്കി പറയണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ഇത്രയും ആയത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ആകെ ശരിക്കും 5 എണ്ണമാണുള്ളത്. അതിൽ 4 എണ്ണവും വന്നിട്ടുണ്ട്. ഖുതുബ് ജദ് എന്ന് ഓർത്താൽ മതി. ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്. ഈ അക്ഷരങ്ങളിൽ ജീം ഒഴികെ ബാക്കിയുള്ള 4 അക്ഷരങ്ങളും ഈ ഒരു സൂറത്തിൽ വന്നിട്ടുണ്ട്, കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അതിനെ വെളിവാക്കി പറയണം, എടുത്ത് പറയണം. ഇനി ഇന്ന നൂനിൻ്റെ ഷദ് മണിക്കുക. അൽ ഇൻസാന, സീനിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, അതിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഇൻസാന. ലി റബ്ബിഹി, അവിടെ ഹ ഉലമീർ വന്നു, അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, അതുകൊണ്ട് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. റബ്ബിഹി. ലക്കനൂദ്, അവിടെ ദാലിന് സുക്കൂന് വന്നു. ആ പാരായണം നിർത്തുമ്പോൾ അവിടെ ശരിക്ക് ലമ്മ് തൻവീനാണ്, പക്ഷേ അവിടെ പാരായണം നിർത്തുമ്പോൾ സുക്കൂന് കൊടുത്തിട്ടാണ് നിർത്തുക. അപ്പോൾ ആ ദാലിന് സുക്കൂനാകുമ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, ലക്കനൂദ് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിലായിട്ട് വരും. വ ഇന്നഹു, നൂനിൻ്റെ ഷദ് മണിക്കുക. ഹു എന്നുള്ള ഹ ഉലമീറിന് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക, കാരണം അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അലാ സാലിക ലഷഹീദ്, അവിടെയും ലഷഹീദുൻ എന്നാണ് ആ ദാലിന് അവിടെ പാരായണം നിർത്തുമ്പോൾ സുക്കൂന് കൊടുത്തിട്ടാണ് നിർത്തുക. അപ്പോൾ ലഷഹീദ് കുറച്ച് കട്ടിയിൽ, കുറച്ച് വെളിവാക്കിയിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം. വ ഇന്നഹു, നൂനിൻ്റെ ഷദ് മണിക്കുക. ഹു എന്നുള്ള ഹ ഉലമീറിനെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. ലി ഹുബിൽ ഹൈരി, അവിടെ റാഇന് കസ്ർ, രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. ലഷദീദ്, അവിടെ ആ ദാലിന് സുക്കൂന്, അവിടെ പാരായണം അവസാനിപ്പിക്കുമ്പോൾ അവിടെ ആ ദാലിന് സുക്കൂന് കൊടുക്കുക. അതിനെ കുറച്ച് കട്ടിയിൽ പറയാം, കാരണം അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിലായിട്ട് വരും. അഫല യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, അവസാനത്തെ റാഇന് സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം. വഹുസില മാ ഫി സുദൂർ, അവിടെയും അതുപോലെ റാഇന് സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. ഇന്ന, നൂനിൻ്റെ ഷദ് മണിക്കുക. റബ്ബഹും ബിഹിം, അവിടെ ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീം വന്നു. സാധാരണഗതിയിൽ സുക്കൂനുള്ള മീമുകളൊക്കെ ഇൽഹാറോട് കൂടിയാണ് പറയേണ്ടത്, വെളിവാക്കിയിട്ടാണ് പറയേണ്ടത്. പക്ഷേ ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീം വന്നാൽ അവിടെ മണിക്കണം. അപ്പോൾ റബ്ബഹും ബിഹിം, റബ്ബഹും ബിഹിം. യൗമ ഇദിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ലാമാണ്. ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ യൗമ ഇദില്ല, യൗമ ഇദില്ല എന്നുള്ള രൂപത്തിലാണ് പറയേണ്ടത്. ല ഖബീർ, അവസാനത്തെ റാഇന് സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക.
അതിന് രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക, കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് യാൻ്റെ നീട്ടലാണ്. ആ നീട്ടലിനെ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം. ഇനി ആ ലഹബീർ എന്നുള്ളടുത്ത് അവസാനത്തിൽ ഒരു വാല് താഴേക്കുള്ള മീമുണ്ട്. അതെന്തിനാണ്? അത് തൊട്ട് ശേഷമുള്ള സൂറത്തിലേക്ക് നമ്മൾ ചേർത്തി ഓതുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സൂറത്ത് ഇവിടെ നിർത്താതെ അടുത്ത സൂറത്തിലേക്ക് നമ്മൾ പാരായണം പോവുകയാണെങ്കിൽ അടുത്ത സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി അല്ലേ വരിക. അപ്പോൾ ആ ബിസ്മിയുടെ തുടക്കത്തിലുള്ള അക്ഷരം ബ ആണ്. ആ ബാഇൻ്റെ മുമ്പാണല്ലോ ലഹബീറുൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ തെൻവീന് വരിക. അപ്പോൾ നമുക്ക് ബാഇൻ്റെ മുമ്പ് തെൻവീന് വന്നു, എന്ത് ചെയ്യണം? ഇഖ്ലാബാണ്. ലഹബീറുൻ എന്നുള്ള ആ തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. അതിനെ സൂചിപ്പിക്കാനാണ് ആ വാല് താഴേക്കുള്ള മീമ്. അപ്പോൾ അത് ആ മീമ് കാണുമ്പോൾ ശ്രദ്ധിക്കുക, അത് അവിടെ പാരായണം നിർത്തുന്നവർക്കുള്ള അല്ല, തൊട്ടടുത്ത സൂറത്തിലേക്ക് പാരായണം അവിടെ നിർത്താതെ കൂട്ടി ഓതുമ്പോൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ഓതുക? ലഹബീറും ബിസ്മില്ലാഹി അങ്ങനെ ഓതിപ്പോവും. ലഹബീറും ബിസ്മില്ല അവിടെ നിർത്തുകയാണെങ്കിൽ ലഹബീർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തും. നമുക്ക് ഈ സൂറത്തിൻ്റെ പാരായണം കേൾക്കാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വൽ ആദിയാത്തി വാവ് ഖസമിൻ്റെ വാവാണ്, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവാണ്. കാരണം അതിന് ശേഷം വരുന്ന ഇസ്മിന് ജറാണ്. ഇവിടെ ആദിയാത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിലുള്ള കെസർ കണ്ടതുകൊണ്ട് മാത്രം നമുക്കത് ജറാണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അവിടെ തീ എന്നുള്ള ആ ഒരു കെസർ നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും ജറ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും വരാം. കാരണം അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന സ്ത്രീലിംഗ രൂപങ്ങൾക്ക് നെസ്ബിൻ്റെയും ജറിൻ്റെയും സന്ദർഭങ്ങളിൽ കെസറാണ് കൊടുക്കുക. പക്ഷേ ഇവിടെ തുടക്കത്തിലൊരു വാവ് വരുമ്പോൾ പിന്നെ അത് കെസർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ജറിൻ്റെ അടയാളമായിട്ട് തന്നെയാണ് വരാൻ സാധ്യതയുള്ളൂ. അല്ലാതെ അവിടെ നെസ്ബിൻ്റെ കെസറായിട്ട് ഒരിക്കലും അത് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് വൽ ആദിയാത്തി എന്ന് നമുക്കവിടെ ഖസമിൻ്റെ വാവായിട്ട് അതിനെ പറയാം. അപ്പോൾ നമുക്കത് സത്യം ചെയ്യുന്ന രൂപത്തിലാണ് അതിൻ്റെ അർത്ഥം പറയേണ്ടത്. ലബ്ഹൻ എന്നുള്ളത് ഹാലിൻ്റെ പദമാണ്. ഹാലിൻ്റെ പദങ്ങൾ നെസ്ബ് കിട്ടിയ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ലബ്ഹൻ കിതച്ച് കൊണ്ട്, ആ കിതക്കുന്ന അവസ്ഥയിൽ, ആ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഹാലിനെ സൂചിപ്പിക്കുന്ന പദമാണത്. ഫൽ മൂരിയാത്തി അവിടെ ആ ഫ വന്നു, പിന്നെ മൂരിയാത്തി എന്നെഴുതി. അപ്പോൾ വീണ്ടും അവിടെ ആ ഒരു ജറ് വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒന്നാമത്തെ ആയത്തിലെ ആ വാവ് അവിടെ വന്നതുകൊണ്ട് ഈ ഒരു മൂരിയാത്ത് എന്നുള്ളത് ആ ആദിയാത്തിലേക്ക് മഅത്തൂഫാണ്, അതിലേക്ക് ചേർക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ആദിയാത്ത് എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെ മൂരിയാത്തും എഴുതണം. അതുകൊണ്ട് മൂരിയാത്തി എന്നെഴുതി. എന്നിട്ട് അവിടെയും ഒരു ഹാലിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഖദ്ഹൻ കുളമ്പുകൾ ഉരസുന്ന അവസ്ഥയിൽ, ആ അവസ്ഥയിലാണ് അവ ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ അവസ്ഥയിലാണ് അവ തീപ്പൊരി പറത്തുന്നത്. ഫൽ മുഗീറാത്തി വീണ്ടും തൊട്ട് മുമ്പ് പറഞ്ഞ നിയമങ്ങളൊക്കെ ഇവിടെയും ബാധകം. ഫൽ മുഗീറാത്തി സുബ്ഹൻ പ്രഭാതവേളയിൽ ആക്രമണം നടത്തുന്നവ. ഫ അസർന, അസർന എന്നിങ്ങനെ വന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അസാറ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ ബഹുവചന രൂപമാണ് അസർന. അസാറ, അസാറ, അസാറു, അസാറത്ത്, അസാറത്ത, അസർന അങ്ങനെയാണ് വരിക. ബിഹി നഖ്അൻ ഫ വസത്തുന, വസത്തുന അതും അങ്ങനെ തന്നെയാണ്, സ്ത്രീലിംഗ ബഹുവചന രൂപത്തിലുള്ള ഒരു ക്രിയയായിട്ടാണ് അത് വന്നത്. ഇനി എന്തുകൊണ്ട് ഇവിടെയൊക്കെ സ്ത്രീലിംഗ ബഹുവചനം ഉപയോഗിച്ചു? തുടക്കത്തിൽ ഉപയോഗിച്ചതൊക്കെ അങ്ങനെയാണ്. ആദിയാത്ത് അത് സ്ത്രീലിംഗ ബഹുവചനാണ്, മൂരിയാത്ത് അതൊക്കെ സ്ത്രീലിംഗ ബഹുവചനാണ്. അപ്പോൾ അതൊക്കെ സ്ത്രീലിംഗ ബഹുവചന രൂപം ഉപയോഗിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്ന മറ്റേത് പദങ്ങൾ വരുമ്പോൾ അതൊക്കെ ആ ഒരു രൂപത്തിൽ തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് അസർന, വസത്തുന എന്ന രൂപത്തിൽ ഉപയോഗിച്ചത്. അടുത്ത ആയത്തിൽ ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. ഇന്നയ്ക്ക് ശേഷം ഇന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അങ്ങനെ ഒരു ഇസ്മ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്നയുടെ ഇസ്മെന്ന് പറയും. ഇന്നയുടെ ഇസ്മിന് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും.
അപ്പോൾ ഇന്നൽ ഇൻസാന എന്നേ പറയുള്ളൂ, ഇന്നൽ ഇൻസാനു എന്നൊന്നും പറയില്ല. ഇന്നല്ലാഹ ഗഫൂറുൻ, ഇന്നല്ലാഹ എന്നേ പറയുള്ളൂ, ഇന്നല്ലാഹു എന്ന് പറയില്ല. അപ്പോൾ ഇന്നയ്ക്ക് ശേഷം വരുന്ന ഇന്നയുടെ ഇസ്മിന് നെസ്ബായിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് ഇന്നൽ ഇൻസാന എന്നെഴുതിയത്. ലി റബ്ബിഹി, അവിടെ ലീ വന്നതുകൊണ്ടാണ് റബ്ബി എന്നെഴുതിയത്, അല്ലെങ്കിൽ റബ്ബുഹു എന്നാണ് വേണ്ടത്. ആ ലീ വന്നപ്പോൾ ലീ ഹർഫ് ജറ ആയതുകൊണ്ട് ലീക്ക് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടണം. അതുകൊണ്ടാണ് ലി റബ്ബി എന്നെഴുതിയത്. റബ്ബി എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഹി എന്നേ ചേരുള്ളൂ, ഹു എന്ന് ചേരൂല. അതേസമയത്ത് റബ്ബു എന്നാണെങ്കിൽ റബ്ബുഹു എന്നാണ് ചേരുക. ലക്കനൂദ്, ആ ലക്കനൂദ് എന്നുള്ളത് ശരിക്ക് ഇന്നയുടെ ഖബറാണ്. ശരിക്കും അവിടെ ഇന്നൽ ഇൻസാന ലക്കനൂദ് എന്നാണ്, അല്ലെങ്കിൽ ഇന്നൽ ഇൻസാന കെനൂദ് എന്നാണ്. അപ്പോൾ ആ കെനൂദ് എന്നുള്ള പദം ഇന്നയുടെ ഖബറാണ്. ഇന്നയുടെ ഖബറിന് റഫ് ആയിരിക്കും, അതുകൊണ്ടാണ് കെനൂദുൻ എന്നെഴുതിയത്. വ ഇന്നഹു അലാ സാലിക ലഷഹീദ്, ഇവിടെയും ഇന്ന വന്നു. ഇന്നഹു എന്നുള്ളിടത്ത് ആ ഹു എന്നുള്ളതാണ് ഇന്നയുടെ ഇസ്മ്. പക്ഷേ അതൊരു മബിനിയായ പദം എന്നാണ് പറയുക. അതിന് നെസ്ബിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. പിന്നെ അവസാനം വന്ന ആ ഷഹീദ് എന്നുള്ളതാണ് ഇന്നയുടെ ഖബർ. അപ്പോൾ ഇന്നഹു ഷഹീദുൻ എന്നാണ് ശരിക്ക് വാചകം. ആ ഷഹീദ് എന്നുള്ളത് ഇന്നയുടെ ഖബറാണ്, അതിന് റഫ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ലമ്മ് തൻവീൻ ഇട്ട് കൊടുത്തത്. അടുത്ത ആയത്തിൽ വ ഇന്നഹു ലി ഹുബിൽ ഹൈരി ലഷദീദ്, അവിടെയും വന്നിട്ടുണ്ട് ഇന്ന. ഇന്നഹു എന്നുള്ളിടത്ത് ആ ഹു എന്നുള്ളതാണ് ഇന്നയുടെ ഇസ്മ്, ഷദീദുൻ എന്നുള്ളതാണ് ഇന്നയുടെ ഖബർ. അപ്പോൾ ഇന്നഹു ഷദീദുൻ എന്നുള്ളതാണ് ശരിക്ക് വാചകം. ലി ഹുബിൽ ഹൈരി, അവിടെ ഹുബുൽ ഖൈർ അത് മുലാഫിൻ ലഹി പദപ്രയോഗമാണ്. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുലാഫിൻ ലഹി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഖൈർ എന്നുള്ളത് മുലാഫിൻ ലഹിയാണ്, ഹുബ് എന്നുള്ളത് മുലാഫാണ്. അപ്പോൾ ഹുബിൽ ഖൈരി, ശരിക്കത് ഹുബുൽ ഖൈരി എന്നാണ് വേണ്ടത്, ലീ ഇല്ലെങ്കിൽ. ലീ വരുമ്പോൾ ലീ ഹർഫ് ജർ ആയതുകൊണ്ട് ഹുബു എന്നുള്ളതിനെ ഹുബി എന്നാക്കി, ലി ഹുബി. അപ്പോൾ ലി ഹുബിൽ ഖൈരി എന്നുള്ള രൂപത്തിൽ വന്നു. ഈ ഖൈർ എന്നുള്ളതിന് ഖൈരി എന്നെഴുതാൻ കാരണം അത് മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. അഫലാ യഅലമു ഇദാ ബുഅസിറ മാഫിൽ ഖുബൂർ, ഫി എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ട് ഖുബൂരി എന്നെഴുതിയത്. ഫി എന്നുള്ളതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം, അതുകൊണ്ടാണ് ഖുബൂരി അവസാനത്തിൽ കസറിട്ടത്. വ ഹുസ്സില മാഫി സുദൂർ, ഇവിടെയും ഫി വന്നു, സുദൂരി എന്ന അവസാനത്തിൽ കസറിട്ട് എഴുതി. ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇതിൽ ലഖബീർ, ഇവിടെയും ഇന്ന വന്നു. ഇന്നയുടെ ഇസ്മേതാണ് ഇന്ന റബ്ബ, അവിടെ റബ്ബ എന്നാണ്, റബ്ബു എന്നല്ലല്ലോ, റബ്ബ എന്നാണ്. കാരണം എന്താണ്, ഇന്നയുടെ ഇസ്മ ആയതുകൊണ്ട് നെസ്ബു കൊടുത്താണ്. ഇനി അതിൻ്റെ ഖബർ എന്തായിരിക്കും, ഖബീർ എന്നുള്ള അവസാനത്തെ ആ പദമാണ് ഇന്നയുടെ ഖബർ. അതിന് ഖബീറുൻ എന്നെഴുതാൻ കാരണം അത് ഇന്നയുടെ ഖബർ ആയതുകൊണ്ട് അവിടെ റഫ് ഇട്ടിട്ട് എഴുതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൂറത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.